MSF പെരുമ്പ നാഷണൽ ഹൈവേ ഉപരോധിച്ചു. നിങ്ങൾ +2 കഴിഞ്ഞവരാണോ? നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ? എന്നാൽ പെട്ടെന്ന് എയർബൺ കോളേജിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്താം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലുമുള്ള എയർബൺ ക്യാമ്പസിൽ വെച്ച് മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമില്ലാത്തതിൽ പ്രതിഷേധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ഉപരോധിച്ച MSF സംസ്ഥാന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് MSF പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പെരുമ്പ നാഷണൽ ഹൈവേ ഉപരോധിച്ചു. MSF കണ്ണൂർ ജില്ലാ സെക്രട്ടറി അൻവർ ഷക്കീറിന്റെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ ഏറ്റവും ന്യായമായ SLC പരീക്ഷ പാസ്സായ +2 എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളടക്കം ഇഷ്ട വിഷയം കിട്ടാതെ ക്ലാസ് ഹൈസ്കൂളുകൾ കിട്ടാതെ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു അവസ്ഥ ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള സമരമാണ് MSF ഇവിടെ നടത്തുന്നത്. ഇതിനുവേണ്ടി ശക്തമായ പോരാട്ടം മലബാറിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ DPI ഓഫീസ് ഇന്നലെ MSFന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഉപരോധം നടത്തി നിങ്ങൾ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടാകും. അത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, മലബാറിലെ മൊത്തം വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് ഇന്നലെ തിരുവനന്തപുരത്തെ DPI ഓഫീസ് MSFന്റെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ MSF ഉപരോധിച്ചത്. ആ MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസും ജനറൽ സെക്രട്ടറി CK നജാഫും ഇന്ന് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിൽ കിടക്കുകയാണ്. അവർ കിടക്കുന്നത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. ഞങ്ങളും സമരം ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രദേശത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ +2 അഡ്മിഷൻ കിട്ടാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇപ്പോൾ നമ്മൾ ഹൈവേ സമരം ചെയ്യാൻ മുന്നോട്ട് വന്നപ്പോൾ നമ്മളെ തടഞ്ഞ് നമ്മളെ പിടിച്ചുകൊണ്ടുപോകാൻ വന്ന പോലീസുകാരുടെ മക്കൾ പോലും സീറ്റ് കിട്ടാതെ നടക്കുന്നുണ്ട് എന്ന കാര്യം അവർ മനസ്സിലാക്കണമെന്നാണ്. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് SK നൌഷാദ്, മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് പ്രസിഡന്റ് VK ഷാഫി, സെക്രട്ടറി ഫായിസ് കവ്വായി എന്നിവർ പ്രസംഗിച്ചു. ഉപരോധ സമരത്തിന് സക്കീർ തായിറ്റേരി, ഷമ്മാസ് ദാവൂദ്, സ്വാലിഹ് വെള്ളൂർ, മുഹമ്മദ് കാങ്കോൽ, നജ്മുദ്ദീൻ കവ്വായി, ജുനൈദ് കാർമേൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരുള്ള എയർപോർട്ട് കോളേജിൽ പെട്ടെന്ന് കയറി. ഞാൻ വരുന്നില്ല ബൈ, എനിക്കിവിടെ കുറെ പണി. വിമാനത്തിന്റെ ഉള്ളിലെല്ലാം കുറെ മൊഞ്ചത്തിമാരെ കണ്ടിനാ. ഓരല്ല പഠിക്കുന്ന കോളേജ് ഫുള്ള് മൊഞ്ചത്തിമാർ. വരുന്നെങ്കിൽ വന്നാൽ മതി. നീ വണ്ടി ഇട്ടാ Salimos para la carretera, la gente a mí me pregunta y yo le digo que yo estoy en Mariana, la 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 Mariana, y yo le digo que yo la Mariana, la Mariana, la Mariana, la Mariana, la Mariana, la Mariana. നിങ്ങൾ +2 കഴിഞ്ഞവരാണോ? നിങ്ങൾക്ക് എയർപോർട്ടിൽ ഒരു ജോബ് വേണോ? എന്നാൽ പെട്ടെന്ന് എയർബൺ കോളേജിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുവിടർത്താം. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലുമുള്ള എയർബൺ ക്യാമ്പസിൽ വെച്ച് ചങ്ങായിമാരെ വിജയചരിതം രചിച്ച് ചരിത്രം കുറിച്ച 16 വർഷങ്ങൾ. കേരളത്തിന്റെ അകത്തും പുറത്തും ഏകദേശം 3 ലക്ഷം മുതൽ 12.5 ലക്ഷം വരെ ഫീസ് ഈടാക്കുന്ന കോഴ്സുകളാണ് ഏവിയേഷനും ലോജിസ്റ്റിക്കും പാരാമെഡിക്കലും. എന്നാൽ വെറും 2.5 ലക്ഷത്തിനുള്ളിൽ ഈ കോഴ്സുകളുടെ പഠനം പൂർത്തിയാക്കാം എയർബോണിൽ വെച്ച്. അനന്തമായ ജോലി സാധ്യതകളുടെ പുതിയ ലോകം തുറന്നു നൽകി നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കിയ സംതൃപ്തിയാണ് എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ മുന്നോട്ട് നയിക്കുന്നത്. കോളേജിന്റെ കറക്റ്റ് ലൊക്കേഷൻ ISD ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ റോഡ്, പയ്യന്നൂർ.